നമസ്കാരം. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. രാഹുൽ മാക്കൂട്ടത്തെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോകളൊന്നും കാര്യമായിട്ട് ആരും ചെയ്യുന്നില്ല. എന്നാൽ ഇലക്ഷൻ്റെ അവസാന ലാപ്പ് വരെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് രാഹുൽ മാക്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി. കാരണം അദ്ദേഹത്തിന് അത് ചർച്ച ചെയ്യേണ്ടി വന്ന വിഷയത്തെപ്പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. കാരണം അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ചില ആരോപണങ്ങളുടെ പേരിൽ വന്നിരിക്കുന്ന കേസുകളും സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അറസ്റ്റും കോടതി ജാമ്യവും അത്തരം വിഷയങ്ങളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രാഹുൽ മാക്കൂട്ടം ആ ഇലക്ഷൻ്റെ അവസാന ലാപ്പിൽ പോലും കൂടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ജനസമ്മതി മറ്റൊരു രാഷ്ട്രീയ നേതാക്കൾക്കും ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലായിരുന്നു എന്നുള്ളത്. അതായത് നീതിബോധമുള്ള പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളരെ ആർജവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു, അതായത് പൊതുസമൂഹത്തിൻ്റെ പഞ്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ മാക്കൂട്ടം എന്നുള്ളത് കൊണ്ട് കൂടിയായിരുന്നു അദ്ദേഹം ഇടുന്ന ഓരോ പോസ്റ്റുകൾക്കും ലഭിച്ചു വരുന്ന ഒരു സ്വീകാര്യത, അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾക്ക് ലഭിച്ചിരുന്ന ഒരു സ്വീകാര്യത, അതിൻ്റെ ഒരു പ്രതിഫലനം കൂടെ കൂടിയായിരുന്നു UDFന് 102 സീറ്റൊക്കെ ലഭിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വരാനുണ്ടായ ഒരു പ്രധാന ഘടകങ്ങളിൽ ഒന്ന് എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കാം, എങ്കിൽ പോലും അതൊരു യഥാർത്ഥ സത്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു കുപ്പിവെള്ളമായിട്ട് വന്നു. കുപ്പിവെള്ളം മീൻസ്, അതായത് ഇവിടുത്തെ പ്രതിപക്ഷ നടത്തിയ സമരത്തിനെതിരെ ഇപ്പോഴത്തെ ഭരണകക്ഷിയായ ഉൾപ്പെട്ട സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് സമരത്തെ അടിച്ച് അമർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു പരിദേവനം പറഞ്ഞുകൊണ്ട് പോലീസ് നടത്തിയ ജലപീരങ്കിയിലെ ജലം മലിനജലമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കുപ്പിവെള്ളമായിട്ട് ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയും അതൊരു കോലാഹലമൊക്കെ കാണിച്ചത്. പക്ഷേ അതിനെതിരെ രാഹുൽ മാക്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് കിട്ടിയ ഒരു സ്വീകാര്യതയും നമ്മൾ കണക്കൂട്ടേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാക്കൂട്ടം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വളരെ പഞ്ചിങ്ങോട് കൂടി കാര്യങ്ങൾ നടത്താൻ വളരെ അഗ്രസീവായിട്ടുള്ള, വളരെ കഴിവുറ്റ ഒരു നേതാവാണ്. അത്രയും കഴിവുറ്റ ഒരു യുവ നേതാവ് വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത്രേ ഉള്ളൂ, അതായത് ഏറ്റവും നല്ല നമ്മൾ ഉപയോഗിക്കുന്ന മിനറൽ വാട്ടർ ആണെങ്കിൽ പോലും കൂടെ അത് റോഡിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും എടുത്ത് കുപ്പിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെളിവെള്ളമാകും. അത്രമാത്രമേ അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശമുള്ളൂ. അത് സത്യമല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര നല്ല ശുദ്ധജലമാണെങ്കിൽ പോലും നമ്മൾ പബ്ലിക് സ്പേസിലേക്ക്, അതായത് കേരളത്തിലെ എത്ര നല്ല റോഡാണെങ്കിലും, മോശപ്പെട്ട റോഡ് നമ്മൾ പറയണ്ട, കേരളത്തിലെ ഏറ്റവും നല്ല റോഡിൽ കൊണ്ട് ഇന്ന് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം തിരിച്ച് ആ വെള്ളം നമ്മളൊരു കുപ്പിക്കകത്തേക്ക് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് കലക്കവെള്ളമായി മാറും. അത് തന്നെയാണ് രാഹുൽ മാക്കൂട്ടം പറഞ്ഞതിൻ്റെ സാരാംശം. അതുതന്നെ രാഹുൽ മാക്കൂട്ടം പറഞ്ഞതിനോടൊപ്പിച്ച് തന്നെ കോൺഗ്രസ്സിലെ നല്ല കറതേർന്ന യുവ നേതാക്കളിൽ വേറെ ചിലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് രാഹുൽ മാക്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് അവർക്ക് ആയി പോകുന്നതുകൊണ്ട് ആണ് അവരെ ഒന്നും പേരെടുത്ത് പറയാത്തത്. എന്താണെങ്കിലും ശരി, രാഹുൽ മാക്കൂട്ടം പറഞ്ഞൊരു സത്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം രാഹുൽ മാക്കൂട്ടത്തിനെതിരെ കലി തുള്ളിക്കൊണ്ട് ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആദ്യത്തെ പെണ്ണ് വിഷയത്തിനകത്തേക്ക് മുന്നോട്ട് വന്ന ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, ട്രാൻസ്ജെൻഡർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു നാദിറ, അവരെന്തോ ആക്ടിവിസ്റ്റാണ്, അതുപോലെ തന്നെ മറ്റെന്തൊക്കെയോ ഇതൊക്കെയാണെന്നൊക്കെ പറയുന്നു. അവരുടെ സ്ഥാനമാനങ്ങൾ എന്തോ ആയിക്കോട്ടെ. അവരന്ന് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇങ്ങനെ കുറച്ച് മോശം പരാമർശങ്ങളൊക്കെ നടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ രാഹുൽ മാക്കൂട്ടം രേഖാമൂലം പൊളിച്ചടുക്കി കയ്യിലേക്ക് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ മിണ്ടാട്ടം ഇല്ലാതെ ഒതുങ്ങി കൂടിയതാണ്. ഇപ്പോൾ അവർ പറയുകയാണ്, രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പല തെറ്റുകളും മറച്ചു വെക്കാനായിട്ടാണ് ഇപ്പോൾ ഈ കലക്കവെള്ള വിഷയമായിട്ട് രാഹുൽ മാക്കൂട്ടം വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നതെന്ന്. സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എവിടെയും സ്വീകാര്യത കിട്ടുക തന്നെ ചെയ്യുക. അതാണ് രാഹുൽ മാക്കൂട്ടം ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇറങ്ങിയിരിക്കുന്ന കുറേ സ്ത്രീകളുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ പറവൂര് തന്നെയുള്ള ഒരു നടി എന്ന പേരിൽ, ആ പേരിലാണല്ലോ അവരങ്ങനെ നടി എന്നുള്ള ലേബൽ തന്നെ അറിയിച്ചെടുത്തത്. അതുവരെ അവർ എവിടെയും നടിയായിട്ടൊന്നും ആരും പറഞ്ഞൊന്നും കേട്ടില്ല. ഏതായാലും രാഹുൽ മാക്കൂട്ടത്തെ ചാരിക്കൊണ്ട് അങ്ങനെ പലരും പേരെടുത്തിട്ടുണ്ട്.
അങ്ങനെ ഒരു നടിയുടെ പേരെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു എഴുത്തുകാരി, പിന്നെ അതുപോലെ തന്നെ ഇടതുപക്ഷ സഹയാത്രികയായിട്ടുള്ള എഴുത്തുകാരി, പിന്നെ അങ്ങനെ കുറേ പേര് ആരും ആയിക്കോട്ടെ. ഇപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ നാദിറ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ കൂടെ കടന്നു വരവ് വന്നിരിക്കുന്നത്. കാരണം തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, തന്നെ ആരും അറിയപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ എന്നെങ്കിൽ ശരി, എന്നാൽ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ 2 ഡയലോഗ് പറയാം, അപ്പോൾ ആ പേരിൽ ഒന്നും അറിയപ്പെടുമല്ലോ. ഇപ്പം പലരുടെയും ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. കാരണം നെഗറ്റീവ് അപ്രോച്ച്മെൻറ്റിലൂടെ ആണെങ്കിൽ പോലും കൂടെ പൊതുസമൂഹത്തിൽ ഒന്ന് അറിയപ്പെടുക എന്നുള്ളത് വലിയൊരു എന്തോ ഒരു ആ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെയുണ്ട് കുറേ പേര്. എന്താണെങ്കിലും ആ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ രാഹുൽ മാക്കൂട്ടം ഇനിയും ഈ മുമ്പിലേക്ക് രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കടന്നു വരുമോ എന്ന് ആരൊക്കെയോ കുറേ അധികം പേര് ഭയപ്പെടുന്നു. അതിപ്പം ഇത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുൻ ഭരണസമിതി, അതായത് CPM അല്ലെങ്കിൽ പിണറായിസ്റ്റുകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടായിരുന്നത് എങ്കിൽ പോലും കൂടെ ഇപ്പോഴും രാഹുൽ മാക്കൂട്ടം കോൺഗ്രസിൻ്റെ മുന്നണി പോരാളിയായിട്ട് കടന്നു വരുന്നതിലേക്ക് കോൺഗ്രസ് മുന്നണിയിൽ തന്നെ ആരെങ്കിലുമൊക്കെ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ദുസൂചന പോലെയാണ് ഇത്തരം ചില അവതാരങ്ങൾ വന്ന് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഓരോ പ്രതികരണങ്ങളുമായിട്ട് വരുന്നത് എന്നും കൂടെ കൂടി സംശയിക്കേണ്ടിയിരുന്നു. കാരണം രാഹുൽ മാക്കൂട്ടത്തെ പറ്റി രാഷ്ട്രീയ നിരീക്ഷകരിൽ വളരെ പ്രാഗൽഭ്യമായിട്ടുള്ള ചുരുക്കം ചിലർ, വളരെ വിരലിലുണ്ടാകുന്നവർ മാത്രമേ അത്രയും കടന്നൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളൂ. അതായത് രാഷ്ട്രീയ കേരളത്തിൻ്റെ ആൽബർട്ട് ഐൻസ്റ്റീനായി മാറും രാഹുൽ മാക്കൂട്ടം എന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരിക്കും അതിനുള്ള എല്ലാ യോഗ്യതയും കാണുന്നുമുണ്ട്. പിന്നെ അത് മുന്നോട്ട് വരുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അത്രയും വലിയ പ്രവചനങ്ങളൊന്നുമില്ല. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഓരോരുത്തരൊക്കെ വലിയ മുഖ്യമന്ത്രി അല്ലെ പ്രധാനമന്ത്രിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഞങ്ങൾ അന്ന് പ്രവചിച്ചിരുന്നു എന്നൊന്ന് പറയുന്ന പോലെ ഇതൊരു പ്രവചനമൊന്നുമല്ല. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെ പലരും നിരീക്ഷിച്ചിട്ടുണ്ട്. അത് ഏകദേശം സത്യമാണ് എന്ന് തന്നെയാണ് നമുക്കിവിടെ തോന്നിക്കുന്നത്. അതായത് രാഷ്ട്രീയ കേരളത്തിൻ്റെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ഒരു നാമത്തിലേക്ക് രാഹുൽ മാക്കൂട്ടം ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. മറ്റൊരു കാര്യം നമ്മൾ ഇതിനോട് കൂടി ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞു പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ ഭരണം, അതായത് ഇപ്പോഴത്തെ VD സതീശൻ സർക്കാരിൻ്റെ ഭരണത്തിൽ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ തുഫാൻ, മയക്കുമരുന്നുകൾക്കെതിരെ എടുക്കുന്ന ആ ഒരു നിലപാടിനോട് കേരള പൊതുസമൂഹത്തിൽ അങ്ങേയറ്റം അദ്ദേഹത്തോട് കടുപ്പപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ഉദ്യമത്തിനോട് എല്ലാ വിഭാഗം ജനങ്ങളും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ എല്ലാ വിഭാഗവും, അതായത് 99.99% മലയാളികളും അതിനോട് സപ്പോർട്ട് ചെയ്യുന്നു മാത്രമാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതാണ് നമ്മളിവിടെ എടുത്തു പറയുന്നത് ഒരു കാര്യം. കാരണം പല മന്ത്രിമാരും അല്ലെങ്കിൽ പല ഭരണത്തലവന്മാരും കുറച്ച് സിനിമാറ്റിക് സ്റ്റൈലും അല്ലെങ്കിൽ സിനിമാറ്റിക് ഡയലോഗ്, സിനിമാറ്റിക് ചിരിയും സിനിമാറ്റിക് ന്യായീകരണവും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പോലും വലിയ പഞ്ചിങ് ഡയലോഗുകളൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ ആർജവത്തോടു കൂടി പ്രവർത്തിക്കുകയും അതിനെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രിയാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്നാണ് ഇപ്പം നമുക്ക് അനുഭവം കൊണ്ട് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ എല്ലാം ഫലപ്രാപ്തിയിലാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഇവിടെ ഒരു വ്യക്തിനെ പുകഴ്ത്തി പറയുന്നതല്ല, മറ്റൊരു വ്യക്തിനെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നതല്ല. പക്ഷേ മറ്റ് പല വകുപ്പുകളെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേട്ടുകൊണ്ടിരുന്ന ഒരു വകുപ്പായിരുന്നു ഈ ആഭ്യന്തര വകുപ്പ്. കാരണം ഇതിനു മുമ്പാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നേരെ മറിച്ച് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ തുഫാൻ എന്ന ഒരു വിഷയത്തിനകത്ത്, അതുപോലെ തന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ കൂടെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം പല വ്യാജന്മാരും ഇവിടെ കിടന്ന് വിലസുന്നു. അതുപോലെ തന്നെ മറ്റു പല പാറക്കോറി മാഫിയ, മണൽ മാഫിയ, അങ്ങനെയുള്ള കുറേ വിഷയങ്ങളിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ആത്മീയ മാഫിയ വളർന്നു വരുന്നതിനെപ്പറ്റി നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. കാരണം ഈ പല മാഫിയകളും വളർന്നു വന്ന് പിന്നെ അവരെ ഒതുക്കുന്നതിനേക്കാളും എളുപ്പം തുടക്കത്തിൽ തന്നെ അതൊക്കെ കുറേ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ കിട്ടും. കാരണം ഈ ആത്മീയ മാഫിയയുടെ ഒരു വളർച്ച വളരെ ഭയാനകമായിട്ട് ഇപ്പോൾ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ എതിരെ വകുപ്പിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നിയമ സംവിധാനത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നിയമങ്ങൾ കുറേ കൂടി പരിഷ്കരിച്ചുകൊണ്ട് അതിനൊക്കെ കുറേ കൂടെ ശക്തമായ ഒരു പൂച്ചുവലം ഇടേണ്ടത് അത്യാവശ്യമുണ്ട്. കാരണം
ആർക്കും എന്തും എവിടെയും ഒരു പെട്ടിക്കട തുടങ്ങുന്നതിന് പോലും കൂടെ ഒരു പഞ്ചായത്തിൻ്റെ ലൈസൻസ് എങ്കിലും വേണം എന്നിരിക്കെ ഒരു ആത്മീയ കച്ചവടം തുടങ്ങാനായിട്ട് ഇതൊന്നും വേണ്ട എന്ന് വരുമ്പോൾ അവിടെ എത്ര വലിയ കൊള്ളയും എത്ര വലിയ ബ്രെയിൻ വാഷും, അതായത് ഇന്ന് നമ്മുടെ കേരളത്തിൽ സുലഭമായി കിട്ടുന്ന ഏറ്റവും കൊടും മാരക വിഷമായ മയക്കുമരുന്ന് എത്രമാത്രം ഉന്നതമായിട്ടുള്ള മയക്കുമരുന്നാണോ അതിനേക്കാളും വലിയ മയക്കുമരുന്ന് ഇതിന് സമാനമാകുന്ന രീതിയിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് കുറേയധികം സാധുക്കളെ വഞ്ചിച്ച് പറ്റിച്ച് അവരെ ഏതെല്ലാം രീതിയിൽ ചൂഷണം ചെയ്യാമോ, അതായത് അവരുടെ സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ട് ഫാമിലിപരമായിട്ട് ഇനി ശാരീരികപരമായിട്ട് ഇനി മറ്റു പല സ്ത്രീകളെ പോലും കുട്ടികളെ പോലും ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കാണെങ്കിൽ പോലും കൂടെ ചെയ്യുന്ന വലിയൊരു ക്രിമിനൽ മനോഭാവത്തിൽ ആത്മീയ പരിവേഷം കെട്ടിയാടുന്ന കുറേയധികം വിഭാഗങ്ങൾ കിടന്നുകൊണ്ട് ഇവിടെ വിളയാടുന്നുണ്ട്. അപ്പം അത് കൂടി ഒന്ന് കണക്കിലെടുത്ത് അത്തരം കാര്യങ്ങൾക്കെതിരെ കൂടി ശക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.